അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കലാകാരനാണ് കൊല്ലം സുധി. ഫ്ലവേഴ്സിൻ്റെ ഫാമിലി അംഗമായിരുന്നു കൊല്ലം സുധി. തൃശ്ശൂരിലെ കയ്പമംഗലത്ത് നടന്ന ഒരു അപകടത്തിൽ കഴിഞ്ഞ വർഷമാണ് കൊല്ലം സുധിക്ക് അകാല മരണമുണ്ടായത്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കൊല്ലം സുധിക്ക് വീട് ഒരുങ്ങുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ആ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് അല്പം കഴിയുമ്പോൾ ഏതാണ്ട് 11 മണിക്ക് നടക്കും. ഫ്ലവേഴ്സ് ഫാമിലിയും 24 കണക്റ്റും അതുപോലെ ആംഗ്ലിക്കൻ സഭ ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് അമ്പലവയിലും അതുപോലെ കേരള ഹോം ഡിസൈൻ ഫേസ്ബുക്കും മായും സംയുക്തമായി നടത്തിയൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വീടൊരുങ്ങുന്നത്. അതിമനോഹരമായൊരു വീടാണ് കേരള ഹോം ഡിസൈൻ നിർമ്മിച്ച് നൽകിയത്. അതിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഈ കുടുംബത്തെ അനാഥമാക്കില്ല എന്ന് ഫ്ലവേഴ്സ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം പല ആളുകളെയും നമ്മൾ അദ്ദേഹത്തിന് വീട് വയ്ക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോഴാണ് ആംഗ്ലിക്കൻ സഭ ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് അമ്പലവലിൽ സൗജന്യമായ ഒരു 7 സെൻറ്റ് ഭൂമി നൽകാമെന്ന് പറയുന്നത്. ആ 7 സെൻറ്റ് ഭൂമി ലഭിച്ചതിന് ശേഷം മാ അസോസിയേഷനിലെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനിലെ ടിനി ടോമും KR പ്രസാദും നമ്മോട് പറഞ്ഞു കേരള ഹോം ഡിസൈൻ ഇത്തരമൊരു വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്. അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. എന്തായാലും ഈ കൂട്ടായ്മ അതിമനോഹരമായ വളരെ നല്ല ഒരു വീട് നിർമ്മിച്ച് നൽകി. ആ വീടിൻ്റെ പാലുകാച്ച് നടക്കും. ആ വാർത്തയിലേക്ക്. മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച് കടന്നുപോയ കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ഭവനം. എന്നാൽ അപ്രതീക്ഷിതമായി കയറി വന്ന അപകടം ആ സ്വപ്നങ്ങളെ മായ്ച്ചു കളഞ്ഞു. സുധിയോടുള്ള പ്രേക്ഷകരുടെ സ്നേഹത്തിനൊപ്പം 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലിയും മുന്നിട്ടിറങ്ങിയതോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ചങ്ങനാശ്ശേരിക്കടുത്ത് തെങ്ങണ പ്ലാന്തോട്ടത്ത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൊല്ലം സുധിയുടെ സ്വപ്നഭവനത്തിന് തറക്കല്ലിട്ടത്. എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വപ്നഭവനത്തിന് സുധിലയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. രാവിലെ താക്കോൽ കുടുംബത്തിന് കൈമാറും. തുടർന്ന് മറ്റ് ചടങ്ങുകൾ നടക്കും. ആംഗ്ലിക്കൽ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് വീട് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയത്. കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചത്. കൂടാതെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും വലിയ പിന്തുണയുമായി എത്തി. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും അണിനിരത്തിയുള്ള 24 കണക്റ്റിന്റെ ആദ്യ സംരംഭങ്ങളിലൊന്നാണ് സുധിയുടെ വീട്. ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ സിനിമാ രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ പങ്കെടുക്കും. 24 കോട്ടയം. ഇത്ര മനോഹരമായൊരു വീടാണ് കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ കൊല്ലം സുധിയുടെ കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. താങ്ക്സ് ടു ഹോം ഡിസൈൻ ഫേസ്ബുക്ക് കൂട്ടായ്മ. അതുപോലെ ഇതിന് നേതൃത്വം നൽകിയത് ഫിറോസ് ആണ്. ഫിറോസിൻ്റെ അക്ഷീണമായ യത്നം ഇത്തരമൊരു നല്ല വീട് നിർമ്മിച്ച് നൽകുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഈ 11 മണിക്ക് വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വീടിൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ ശ്രീകാന്ത് നമ്മുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങാറായോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി തെങ്ങണ മടപ്പള്ളിയിൽ സുധിക്കായി സുധിയുടെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ സുധിയെ സ്നേഹിക്കുന്നവരും വെച്ച് നൽകിയ ആ സ്വപ്ന ഭവനത്തിന്റെ തൊട്ടുമുന്നിലാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. സുധിയുടെ ഓർമ്മകളിൽ അവരെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. സുധിയുടെ ഭാര്യ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ വളരെ കാത്തിരുന്ന നമ്മുടെ ആ ഒരു സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാണ്. സുധിയുടെ ഒരു സ്വപ്നം കൂടിയായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. സുധിച്ചേട്ടൻ്റെ സ്വപ്നം വലിയ സ്വപ്നമായിരുന്നു. സുധിച്ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ചെറിയ വീടായിരുന്നു ഏട്ടൻ്റെ വലിയ സ്വപ്നം. അതിപ്പം ദേ പൂവണിയുന്നു. എല്ലാവരും സുധിയുടെ എല്ലാ സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും. പ്രസാദ് ഏട്ടൻ വന്നിട്ടുണ്ട്, ഫിറോസ്ക വന്നിട്ടുണ്ട്, ബിഷപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചപ്പോൾ സുധിയുടെ ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റിയല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. സുധിച്ചേട്ടൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നോർത്ത് ഞാനും കിച്ചുവാണേലും ഫാമിലി ഇരുന്നപ്പം ഫ്ലവേഴ്സ് നമ്മുടെ 24 എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് അതുപോലെ തിരുമേനി നമുക്ക് സ്ഥലം തന്നു. അതുപോലെ നമ്മുടെ KHDC ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള KHDC നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായൊരു വീട് തന്നു.
അതിന് ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട് കിട്ടുന്നതിന് ഒരുപാട് സന്തോഷം. നമുക്കതിൽ താമസിക്കാം, മരണം വരെ നമുക്കവിടെ താമസിക്കാം, അതായത് ഏട്ടൻ്റെ സ്വപ്നത്തിൽ നമുക്ക് താമസിക്കാം എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ MT എന്ന് പറയുന്ന സൂചിച്ചാൻ്റെ ആ സാന്നിധ്യം ഇല്ലാത്തത് തന്നെയാണ്. അത് എത്രത്തോളം നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ആ ഒരു സൂചിച്ചാൻ്റെ ആ അസാന്നിധ്യം എപ്പോഴും ഒരു അസാന്നിധ്യം തന്നെയാണ്. അതിനൊരു നികത്താനും ആരെക്കൊണ്ടും പറ്റുന്നില്ല. സുധിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബാംഗമായിരുന്നു സുധി. ഫ്ലവേഴ്സിലൂടെ 24ലൂടെ നമ്മുടെ കുടുംബാംഗം ആയിരുന്നു സുധി. ആ സുധി ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ട്. സുധിയുടെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് അതാണ് ഈ കാണുന്നത്. KHDCയുടെ ഫിറോസ്കയുടെ നേതൃത്വത്തിലാണ് ഒരു ആ കൂട്ടായ്മ, ഫേസ്ബുക്ക് കൂട്ടായ്മ, അതേ ഈ കാണുന്ന അടച്ചുറപ്പുള്ള ഏറ്റവും സുന്ദരമായ ഒരു വീട് KHDC ഒരുക്കി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താക്കോൽദാനം അല്പസമയത്തിനകം നടക്കും. അതോടൊപ്പം മായയുടെ ഭാഗത്തുനിന്നും പ്രസാദേട്ടൻ എത്തിയിട്ടുണ്ട്. ബിഷപ്പ് രാവിലെ എത്തി ഇതിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 11:50 ഇതിൻ്റെ വെഞ്ചിരിപ്പടക്കമുള്ള കാര്യങ്ങൾ നടക്കും എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏതാണ്ട് ഒരു 11 മണി കഴിയുമ്പോൾ ഇതിൻ്റെ വെഞ്ചിരിപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് സുധിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, സുധിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വപ്ന ഭവനം എന്ന് പറയുന്നത്. അത് ഈ കാണുന്നതാണ് സുധിയുടെ ഓർമ്മകൾ പേറുന്ന, സുധിയുടെ ഓർമ്മകളിലുള്ള, സുധിയുടെ സ്വപ്നമായിരുന്ന ഭവനം എന്ന് പറയുന്നത്. അത് KHDCക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഫിറോസ്ക അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഇത്രയും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന, അവരുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു വീട്, അതാണ് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ വീട് പൂർത്തിയായിരിക്കുന്നു. ബിഷപ്പ് അതിനുവേണ്ടി ശ്രീകാന്താണ് ചങ്ങനാശ്ശേരി തെങ്ങണയിൽ നിന്ന് നമുക്കിപ്പം തെങ്ങണയിലാണ് ഈ മനോഹരമായ വീട് ഒരുക്കിയിട്ടുള്ളത്.